नीले आसमान के पार जाएंगे, मेरा ईश्वर रखता वहाँ। नीले आसमान के पार जाएंगे, मेरा ईश्वर रखता वहाँ। हम मिलेंगे बादलों पर, हम मिलेंगे बादलों पर, देखेगा सारा जहां, देखेगा सारा जहां। नीले आसमान के पार जाएंगे, मेरा ईश्वर रखता वहाँ। नीले आसमान के पार जाएंगे, मेरा ईश्वर रखता वहाँ। हम मिलेंगे बादलों पर, हम मिलेंगे बादलों पर, देखेगा सारा जगह, देखेगा सारा जगह। പ്രൈസ് ലോർഡ്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു ദൈവവചനം വായിച്ച് അത് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കുവാൻ, നമ്മളെ വചനം കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവം നമ്മളെ സഹായിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അതിനായി ഒരു വാക്യം വായിക്കുന്നു. ഇയ്യോബിൻ്റെ ലേഖനം, ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. ജോബ് ചാപ്റ്റർ 2 വേഴ്സസ് 9. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇയ്യോബിൻ്റെ ഭാര്യ ഇയ്യോബിനോട് സംസാരിക്കുന്ന ഭാഗമാണ്. ഇത്ര നല്ലവനായ തൻ്റെ ഭർത്താവിനോട് ഇയ്യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് ദൈവമാണ് ഇയ്യോബിനെ പറ്റി സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം അറിയാവുന്ന സ്വന്തം ഭാര്യയാണ് ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് അവനോട് പറഞ്ഞത്. ഇയ്യോബിനുണ്ടായ അവസ്ഥയെപ്പറ്റി ഒരിക്കലും അവൾ ചിന്തിച്ചില്ല. എൻ്റെ ദൈവഭക്തനായ ഭർത്താവിന് ഇങ്ങനെ ഒരു ഗതി വരുമെന്ന് അവൾക്ക് ഓർക്കാൻ പോലും കഴിഞ്ഞില്ല. അവൾ ചിലപ്പോൾ വലിയ മനോവിഷമം താങ്ങാൻ വയ്യാതെ വന്നുകൊണ്ടായിരിക്കാം അങ്ങനെ സംസാരിച്ചത്. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. ഏത് ഭാര്യയും ചിലപ്പോൾ അങ്ങനെ സംസാരിച്ചു പോകും. എന്നാൽ ഈ ഭക്തനായ മനുഷ്യന് ഒരു മറുപടിയുണ്ട്. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ. അത് ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണൽ വിഷയമാണ്. ദൈവം ആരെന്ന് നല്ലതുപോലെ അറിഞ്ഞവരൊക്കെ അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. ഇത്രയും വലിയ കഷ്ടത അനുഭവിച്ച ഒരു വ്യക്തി ഭൂമിയിൽ ആരും കാണുകയില്ല. എന്നിട്ട് ഒരിക്കൽ പോലും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ഈ ഇയ്യോബ് എന്താണ് പറഞ്ഞത്? ഇയ്യോബ് 1:21 നമ്മൾ വായിക്കുമ്പോൾ അതിൽ പറയുന്നു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിനറിയാൻ തൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ നന്മ തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ ഇത്രയും വലിയ ഭക്തനായിരുന്നിട്ടും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് ഇയ്യോബ് ചോദിച്ചില്ല. ഇന്ന് പലരും ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പല ഭക്തന്മാരും തങ്ങളുടെ ജീവിതത്തിൽ വലിയ കഷ്ടതകൾ പ്രതീക്ഷിക്കാതെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തോട് ഈ ചോദ്യം ചോദിച്ചു പോകും, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? നമ്മുടെയൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് ഇങ്ങനെയൊരു പുസ്തകം ബൈബിളിൽ കിട്ടിയത്. ഇയ്യോബിൻ്റെ പുസ്തകം കിട്ടിയത് തന്നെ നമ്മുടെ ജീവിതത്തിൽ അനേകർക്ക് വലിയ അനുഗ്രഹവും ഒരു ഭാഗ്യമായി കരുതുക. കഷ്ടത വരുമ്പോൾ നമുക്ക് ഇയ്യോബിനെ ഓർക്കാമല്ലോ, അങ്ങനെ നമുക്ക് ധൈര്യപ്പെടുവാൻ കഴിയും. മഹാന്മാർ ഇയ്യോബിൻ്റെ പുസ്തകത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മാർട്ടിൻ ലൂതർ പറഞ്ഞു, ബൈബിളിലെ ഇതര ഗ്രന്ഥങ്ങളെക്കാൾ മഹിമയുള്ളതും അത്യുത്തമവും ആയ ഗ്രന്ഥം. ആധുനിക സാഹിത്യത്തിൽ പോലും ഈ പുസ്തകത്തിന് വളരെ പ്രമുഖമായ ഒരു സ്ഥാനം തന്നെയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ ഇയ്യോബിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞു. നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി ദൈവം കൊടുത്തു. ഇയ്യോബ് 42:12 പറയുന്നു, യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അനുഗ്രഹിച്ചു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവം നിന്നെ ഏതെങ്കിലും കഷ്ടതയിൽ കൂടിയോ രോഗങ്ങളിൽ കൂടിയോ കടത്തിവിടുമ്പോൾ നീ ഭ്രമിച്ചു പോകരുത്.
ദൈവം തന്നെ ചില അത്ഭുത പ്രവൃത്തികൾ കാണിക്കാൻ പോവുകയാണ്. വിശ്വസ്തയോടെ ഉറപ്പോടെ നിൽക്കുക. ദൈവത്തെ ഒരിക്കലും തള്ളിപ്പറയരുത്. ദൈവം അറിയാതെ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു മനുഷ്യൻ കഷ്ടതകളോടും പരീക്ഷണങ്ങളോടും പ്രതികരിക്കേണ്ടത് എങ്ങനെയെന്ന് ഇതിൽ നിന്നും പഠിക്കാം. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് അത് പ്രതികരിക്കുവാൻ കഴിയും. ഒരുവൻ കഷ്ടതയിലാകുവാൻ അവൻ പാപം ചെയ്യണമെന്നൊന്നുമില്ല എന്നതാണുള്ള സത്യമായ കാര്യം. ദൈവസന്നിധിയിൽ നീതിമാനായവർക്ക് മാത്രം പരീക്ഷകൾ ഉണ്ടാകും എന്നതല്ല സത്യം. പരീക്ഷകൾ എല്ലാവർക്കും നീതിമാന്മാർക്കും ഉണ്ടാകും, പാപികൾക്കും ഉണ്ടാകും. ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ സാത്താൻ ഒരു മനുഷ്യനെയും തൊടാൻ പോലും പറ്റുകയില്ല എന്നാണ് ഈ പുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നത്. അബ്രഹാമിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു, ദൈവം അബ്രഹാമിനെയും സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു അബ്രഹാമിന് ദൈവം കഴിഞ്ഞേ ഉള്ളൂ മറ്റെല്ലാ കാര്യങ്ങളും. തൻ്റെ കുടുംബത്തെയും ഭാര്യ, മകൻ ഇവരെയൊക്കെയും ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു. ദൈവം എന്ത് പറഞ്ഞാലും അബ്രഹാം അനുസരിക്കുമായിരുന്നു. എവിടെ പോയാലും ആദ്യം ദൈവത്തിന് വേണ്ടി യാഗപീഠം പണിയും. ദൈവത്തെ ആരാധിക്കുക എന്നതാണ് ആദ്യം ചെയ്യുന്നത്. ദൈവത്തോട് സംസാരിക്കുക. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. യഹോവ അബ്രഹാമിനോട് പറഞ്ഞു, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹവുമായിരിക്കും. എന്നാൽ ദൈവം അബ്രഹാമിൻ്റെ ഭാര്യ സാറായുടെ ഗർഭം അടച്ചു കളഞ്ഞു. അവൾക്ക് പ്രസവിക്കാൻ കഴിഞ്ഞില്ല. അബ്രഹാം വിഷമത്തിലായി. തൻ്റെ ദാസിയായ ഗഹാറിൽ ഒരു മകൻ ജനിച്ചു. അത് സാറായുടെ സമ്മതത്തോടു കൂടി ആയിരുന്നു. എന്നാൽ മകൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിൽ വഴക്കായി. സാറായും ഗഹാറും തമ്മിൽ സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവളെ വിട്ട് ഓടിപ്പോയി എന്നാണ് വായിക്കുന്നത്. അബ്രഹാമിൻ്റെ മനസ്സിന് സമാധാനമില്ലാതായി. എന്തു ചെയ്യും? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂടെ നടന്ന് ദൈവത്തെ സ്നേഹിച്ചിട്ട് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? എന്നാൽ പിന്നെയും ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. അവനുള്ള വാഗ്ദത്തം നിവൃത്തിയാകുവാൻ ഞാൻ നിൻ്റെ ഭാര്യയായ സാറായെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. അവൾ ബഹുജാതികളുടെ മാതാവായി തീരും. അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ? അബ്രഹാമിന് സംശയമായി. സാറായും ചിരിച്ചു. സാറ ചിരിച്ചത് എന്ത് എന്ന് ദൈവം ചോദിച്ചു. യഹോവയാൽ കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അവൾക്ക് മറുപടി കൊടുക്കുകയാണ്. ഒരാണ്ട് കഴിയുമ്പോൾ നിനക്കൊരു മകനുണ്ടാകും. അതുപോലെ സംഭവിക്കുകയും ചെയ്തു. അവൻ ഇസഹാക്ക് എന്ന് പേരുമിട്ടു. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിൻ്റെ സന്തതി ഇതുപോലെയാകും. അവൻ യഹോവയിൽ വിശ്വസിച്ച് അതവന് നീതിയായി കണക്കിട്ടുവെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ അബ്രഹാമിനെ ദൈവം ബഹുജാതികൾക്ക് പിതാവാക്കി മാറ്റുകയാണ്. പിന്നെയും ദൈവം തൻ്റെ സ്നേഹിതനായ അബ്രഹാമിന് പരീക്ഷണം കൊടുക്കുന്നു. തൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിന് മോറിയാമലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാൻ പറഞ്ഞു. അതും അനുസരിക്കാൻ അബ്രഹാം തയ്യാറായി. എന്നാൽ ദൈവം അത് സമ്മതിച്ചില്ല. ബാലൻ്റെ മേൽ കത്തിവയ്ക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമെ എന്ന് വിളിച്ചിട്ട്, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നിൻ്റെ ഏകജാതനായ പുത്രനെ തരുവാൻ നീ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അല്പനേരത്തേക്ക് തകർന്നു പോയ അബ്രഹാം ഒരു പക്ഷേ ചിന്തിച്ചു പോയി കാണും, എനിക്കിതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു. എന്നാൽ അവൻ ദൈവത്തെ അനുസരിക്കൊണ്ട്, നിൻ്റെ ഏകജാതനായ പുത്രനെ തരാൻ നീ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും എന്ന് ദൈവം അവനോട് പറഞ്ഞു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ മറ്റുള്ളവരുടെ കാര്യം നമുക്ക് പറയാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, സക്കറിയാവ് എന്ന പുരോഹിതൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് തനിക്ക് സന്തതിയില്ലായിരുന്നു. അവൻ്റെ ഭാര്യ എലിസബത്ത് അവൾ മച്ചിയായിരുന്നു. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു. അവർക്ക് സന്തതിയില്ലായിരുന്നു. ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. ലൂക്കോസ് 1:6-7 വാക്യങ്ങൾ ഇത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന യാതൊരു കുറ്റവും ചെയ്യാത്ത ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വരുമായ സക്കറിയാ പുരോഹിതന് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? അദ്ദേഹം വളരെ സങ്കടത്തോടെ ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. സമയത്ത് തന്നെ സക്കറിയാവിന് ദൈവദൂതൻ പ്രത്യക്ഷനായി. പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ സക്കറിയാവിന് ദൈവദൂതൻ പ്രത്യക്ഷനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവേ, ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിൻ്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം.
നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകുമെന്ന് പറഞ്ഞു. അതാണ് യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്കത് അവിടെ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും വലിയവനായ യോഹന്നാൻ സ്നാപകൻ എന്ന മകനെയാണ് ദൈവം അവർക്ക് കൊടുത്തത്. പ്രിയമുള്ളവരെ, പ്രായം ചെല്ലുന്നവരെയും ഒക്കെ ആണെങ്കിലും അവർ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അവരെ നിർത്തിയില്ല. പ്രാർത്ഥനയ്ക്ക് അവർ മുടക്കം വരുത്തിയില്ല. നിരാശരായി പിന്മാറിയില്ല. ദൈവം അവിടെ വലിയ അത്ഭുതം പ്രവർത്തിക്കുന്നതായി കാണാം. ശ്രേഷ്ഠനായ യോഹന്നാൻ സ്നാപകനെ അവർക്ക് മകനായി ദൈവം കൊടുത്തു. അവരെ കാത്തിരിപ്പ് വൃഥാവായില്ല. ഇങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. അടുത്ത എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനിന എന്നും പേർ. പെനിനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്ക് മക്കളില്ലായിരുന്നു. അവൾക്ക് എന്നും ദുഃഖമായിരുന്നു. അവളുടെ പ്രതിയോഗിയായ പെനിന അവളെ എന്നും കളിയാക്കിക്കൊണ്ടിരുന്നു. ആ ഭവനത്തിൽ അവൾ വളരെ നിന്ദിതയായിരുന്നു. അവളുടെ പ്രതിയോഗി അവളെ വിഷമിച്ചു കൊണ്ടിരുന്നു. അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. അവൾ വളരെ പ്രാർത്ഥിക്കുന്നവളായിരുന്നു, വലിയ ദൈവഭക്തിയായിരുന്നു. ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നവളായിരുന്നിട്ടും ദൈവത്തെ സ്നേഹിക്കുന്നവളായിരുന്നിട്ടും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിച്ച് നാളുകൾ കഴിച്ചു കൂട്ടുകയാണ്. ഹന്നായുടെ ഗർഭം ദൈവം അടച്ചതാണ്. എന്തിനാണ് അവൾ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇങ്ങനെ അവളോട് ചെയ്തത്. ഹന്നായുടെ ഗർഭത്തിൽ നിന്നും ഒരു പുരുഷ പ്രതിയെ, അതായത് ഒരു ശമൂവേൽ ബാലനെ ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു. ശമൂവേൽ എന്ന പുരുഷ സന്തതിയെ ഹന്നയ്ക്ക് കൊടുക്കുമ്പോൾ അവൾ വിചാരിച്ചില്ല തൻ്റെ മകൻ ശമൂവേൽ ഇത്ര വലിയ ശക്തനായിരിക്കുമെന്ന്. എന്നാൽ ദൈവം അവൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശമൂവേൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയായിരുന്നു. പ്രാർത്ഥനാ വീരൻ, പ്രവാചകൻ, ശുശ്രൂഷകൻ, ന്യായാധിപൻ, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ ദൈവം ഉപയോഗിച്ച വ്യക്തി. പ്രിയമുള്ളവരെ, നമ്മുടെ ചില നന്മകൾ ദൈവം തടഞ്ഞു വയ്ക്കുമ്പോൾ നാം വിചാരിക്കും ദൈവം നമ്മെ മറന്നുവെന്ന്. എന്നാൽ ഞാനും നീയും കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് അപ്പുറമായി ശ്രേഷ്ഠകരമായി നടത്താൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് നിന്നിൽ കൂടെ ചില അത്ഭുത പ്രവൃത്തികളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണ് ദൈവത്തിൻ്റെ പ്രവൃത്തികളും പദ്ധതികളും എന്ന് നാം മനസ്സിലാക്കുക. നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾക്കായി ദൈവസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ നാം ചില കഷ്ടതകളിൽ കൂടി നിന്ദകളിൽ കൂടി കടന്നു പോകണം. അല്പകാലത്തേക്ക് ചില പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ തളർന്നു പോകരുത്. അത് നിന്നെ ഇല്ലാതാക്കാനല്ല, പിന്നെയോ ചില ശ്രേഷ്ഠകരമായ നന്മകളിലേക്ക് ദൈവം നടത്താനാണ് എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ദൈവം പല വഴികളും അടച്ചു കളയും. തലമുറയ്ക്ക് എന്തെങ്കിലും കഷ്ടതകൾ വന്നിട്ടുണ്ടെങ്കിൽ, അവരുടെ ഭാവി ജീവിതത്തിൽ മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഞാൻ ഇത്രയും ഭക്തനായിരുന്നിട്ടും ദൈവത്തെ ആത്മാർത്ഥതയോടെ സേവിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ എൻ്റെ തലമുറയ്ക്കൊക്കെ ഇത് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് വിചാരിക്കാതെ ഇതിൽ കൂടെ ദൈവത്തിൻ്റെ വലിയ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. പലരും നിന്ദിച്ചെന്ന് വരാം, പരിഹസിച്ചുവെന്ന് വരാം. നീ കള്ളവിശ്വാസി ആയിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ജനം പറഞ്ഞേക്കാം. എന്നാൽ തളർന്നു പോകരുത്. നീയും ദൈവവുമായിട്ടാണ് ബന്ധമെന്ന് മനസ്സിലാക്കുക. മുകളിൽ പറഞ്ഞ ദൈവഭക്തന്മാർക്ക് ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ ഓർക്കുമ്പോൾ ധൈര്യപ്പെടുക, ഉറപ്പുള്ളവരായിരിക്കുക. ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന അത്ഭുതത്തെ നിന്നെ നിന്ദിച്ചവർ കാണാൻ പോവുകയാണ്. ദൈവം ആരാണെന്ന് ലോകം തന്നെ അറിയാൻ പോകും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ശക്തിയോടെ ആത്മാർത്ഥതയോടെ പിന്നെയും ദൈവത്തെ സേവിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന പോലെ നീ ആയിത്തീരുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.